നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കേസിൽ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്. അതായത് ഇന്നലെ കോടതി വളപ്പിൽ കേട്ട ഒരു വീഡിയോൻ്റെ ചില ക്ലിപ്പാണ്. അതായത് എഴുതി പഠിച്ചുവെന്ന് പറയുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഒരു പ്രമുഖ നടിയെ ആക്രമിച്ചതിൻ്റെ വിധി ഇന്നലെയായിരുന്നല്ലോ. അതിലൊരു പ്രമുഖ നടൻ പറയുന്ന ചില ഡയലോഗുകളാണ്. അതായത് ഈ വിധി എന്തായിരിക്കുമെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം പറയുന്ന ഒരു സ്ലാങ്ങാണ്, പഠിച്ചു വന്നിട്ട് പറയുന്ന പോലെ. ഈ കേസിൽ ക്രിമിനൽ ഗൂഢാലോചന മനുഷ്യനാണ് അയാൾക്കറിയാമായിരുന്നു ഈ വിധി എന്താണെന്ന്. പിന്നെ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ടെന്നാണ് മഞ്ജു വാര്യർ അന്ന് പറഞ്ഞത്. അല്ലാണ്ട് ആ ക്രിമിനൽ ഗൂഢാലോചനയിൽ ശ്രീ ദിലീപാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. എത്ര അധികം താരങ്ങളുണ്ട് ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട് എന്ന് മാത്രമാണ് പറഞ്ഞത്. അതിൽ ദിലീപ് എന്ന് എടുത്തു പറയുകയോ അതിന് കാരണം ദിലീപാണെന്ന് പറയുകയോ എവിടെയും ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാണ് ആ മനുഷ്യൻ മഞ്ജു വാര്യരുടെ പേര് പറയുന്നത്? കഷ്ടം തന്നെ. അതായത് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ വീണ്ടും ക്രൂരത അല്ലെങ്കിൽ ആ ഒരു പകപോക്കലിൻ്റെ ഒരു വോയിസ് പോലെയാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് മഞ്ജു വാര്യർ ഇനി ശ്രദ്ധിക്കേണ്ടത് നല്ലതായിരിക്കും. ഈ വിധി സത്യത്തിൽ ഈ വിധി വരുന്നതിൻ്റെ മുൻപ് തന്നെ ഈ വിധി എന്താകുമെന്ന് ഞാൻ ഒരു വീഡിയോ എടുത്തിരുന്നു. അത് എല്ലാവർക്കും അറിയാം. എന്തായാലും ദിലീപിനെ സപ്പോർട്ടായിട്ട് വിധി വരുമെന്ന് 101% ഉറപ്പായിരുന്നു. അതങ്ങനെ വരും. നാട്ടിലെല്ലാവരും പറയുന്നു അതിജീവിതയ്ക്ക് ഒപ്പം എന്ന്. ടി വി ചാനലുകളെല്ലാം പറയുന്നു. വിധി വന്നതിന് ശേഷം കമൻ്റായിട്ട് എല്ലാവരും പറയുന്നു തെറ്റായ വിധിയെന്ന്. പക്ഷേ എന്തോ കോടതിക്ക് മാത്രം അത് ശരിയായ വിധിയായി പോയി. അതിന് നമുക്കൊന്നും പറയാൻ സാധിക്കില്ല. അത് കോടതിയുടെ തീരുമാനമാണ്. പക്ഷേ ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ കേരളത്തിലുള്ള 98% ആൾക്കാരും ഈ വിധിയെ സ്വീകരിക്കുന്നില്ല. അവരെല്ലാവരും പറയുന്നത് ഇത് കറക്റ്റ് വിധിയെന്നല്ല. സിനിമാ സംഘടനയിലുള്ളവർ പോലും പരസ്യമായി ഈ വിധിയെ സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിലും ഇന്നലെ ആശ്രവ സിനിമാസിൻ്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് നോക്കിയാൽ ഒരു വീഡിയോ കാണാം. ദൃശ്യം 1 ഒരു വീഡിയോ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിന് ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് പോലീസ് ജനങ്ങളുടെ സംരക്ഷകൻ ആകണമെന്നാണ്. അതായത് ഈ ഒരു സംഭവം നടന്നപ്പോൾ എന്തിനാണ് അങ്ങനെ ഒരു ക്യാപ്ഷനോട് കൂടി വീഡിയോ കൊടുത്തിരിക്കുന്നത്? അതായത് അവിടെ എന്തോ അത് വ്യക്തിപരമായിട്ട് അവരതിന് സപ്പോർട്ട് അല്ലാത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. ഇനി അഥവാ അവർ വേറെ രീതിയിലാണ് ഉദ്ദേശിച്ചെങ്കിൽ എനിക്കറിയില്ല. പക്ഷേ സിനിമാ സംഘടനയിലുള്ളവർ ചാനലുകളുടെ മുമ്പിൽ വന്നിട്ട് നല്ല വിധി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വ്യക്തിപരമായിട്ട് അവരതിന് സപ്പോർട്ട് ചെയ്യുന്നുവെന്ന് എനിക്ക് തോന്നുന്നില്ല. എത്ര നെഗറ്റീവ് കമൻസാണ് വന്നിരിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ട് കോടതി മാത്രം അത് മനസ്സിലാക്കിയില്ല എന്ന് മനസ്സിലാവുന്നില്ല. പക്ഷേ ഇതായിരിക്കും വിധി എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. ഒരിക്കലും ദിലീപ് ശിക്ഷിക്കപ്പെടില്ല എന്ന് 101% എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ടാണല്ലോ ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തത്. ഇരയ്ക്കൊപ്പം അല്ലെങ്കിൽ അതിജീവിതയ്ക്കൊപ്പം എന്ന് എല്ലാവരും പറയുമെങ്കിലും വിധി ഒരിക്കലും അതിജീവിതയ്ക്ക് സപ്പോർട്ടായിട്ടുള്ളതല്ല. അപ്പോൾ ആരാണ് പൾസർ സുനിക്ക് കൊട്ടേഷൻ കൊടുത്തത്?